ഡൽഹിയിൽ വായുമലിനീകരണം പ്രതിരോധിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. രാജ്യതലസ്ഥാനത്ത് BS6 എഞ്ചിൻ വാഹനങ്ങൾ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. വായു ഗുണനിലവാരം സൂചിക മോശം അവസ്ഥയിൽ തുടരുന്നതിനാൽ ജനങ്ങൾ മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഉറപ്പാക്കണമെന്നും അറിയിച്ചു. രാജ്യതലസ്ഥാനത്തും സമീപ പ്രദേശങ്ങളിലും വായുമലിനീകരണം രൂക്ഷമായി തുടരുകയാണ്. അതിശൈത്യവും പുകമഞ്ഞും ജനജീവിതം ദുസ്സഹമാക്കിയതോടെ ഡൽഹി സർക്കാർ പ്രതിരോധ നടപടികൾ ശക്തമാക്കി. സർക്കാർ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ഡൽഹിയിൽ BS6 എഞ്ചിൻ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കർശനമായി വിലക്കി. ഗുഡ്ഗാവ്, നോയിഡ, ഗാസിയാബാദ്, ഫരീദാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് നിത്യേന ഡൽഹിയിലേക്ക് എത്തുന്ന 12 ലക്ഷത്തോളം വാഹനങ്ങളെ ഇത് നേരിട്ട് ബാധിക്കും. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇനി മുതൽ ഇന്ധനം ലഭിക്കില്ല. മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങളെ കണ്ടെത്താൻ പെട്രോൾ പമ്പുകളിൽ പ്രത്യേകം ക്യാമറകൾ സ്ഥാപിച്ചു. മലിനീകരണം കൂടുതലുള്ള പ്രദേശങ്ങൾ ഹോട്ട്സ്പോട്ടുകളായി തിരിച്ച് പ്രത്യേകം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു. മുൻ ആം ആദ്മി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് മലിനീകരണ വിഷയം ഇത്രത്തോളം ഗുരുതരമാക്കിയതെന്നും വായു മലിനീകരണത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനായി പരിശ്രമിക്കുന്നുണ്ടെന്നും ഡൽഹി ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പുകമഞ്ഞ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ കുട്ടികളും മുതിർന്നവരും മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനം, ഡൽഹി.